പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ലക്ഷ്മി നായരുടെയും കോലിയക്കോട് കൃഷ്ണൻ നായരുടെയും, കോലിയക്കോട് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, CPM-ലെ പ്രമുഖനായ നേതാവ്, 5 തവണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും പാർട്ടി തിരിച്ചെടുത്ത ഒരുപക്ഷെ ഏക നേതാവ്, വിജയൻ്റെ ഏറ്റവും അടുത്ത കയ്യാൾ, അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ണി, വിജയൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ പ്രമുഖ സംഘാടകൻ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കോലിയക്കോട് കൃഷ്ണൻ നായരും അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ലക്ഷ്മി നായരും അവരുടെ കുടുംബവും ചേർന്ന് പതിറ്റാണ്ടുകളായി കൈയടക്കി വച്ചിരിക്കുന്ന പേരൂക്കടയിലെ 10-600 കോടി രൂപയുടെ, ഒരുപക്ഷെ 600 കൂടുതലായാലും അത്ഭുതമില്ലെന്ന്, ആ കോടി രൂപയുടെ ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കൊന്ന് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമുക്കറിയാം, ആ വിഷയം കുറെ കാലമായി കേരള സമൂഹത്തിൽ നമുക്കറിയാവുന്നൊരു വിഷയമാണെങ്കിലും ആരും അതൊന്നും തൊടാറില്ല, ആരും അതൊരു പ്രധാനപ്പെട്ട വിഷയമായി കാണാറില്ല. കാരണം ഇടതുപക്ഷവും ഇടതുപക്ഷവും ഇവരുടെ കക്ഷത്തിനടിയിലാണ്. ഇടത് കക്ഷത്തിലും വലത് കക്ഷത്തിലും ആണ് ഈ മുന്നണികൾ ഇരിക്കുന്നത്. BJP അതിനെക്കുറിച്ചൊന്നും പറയാറില്ല. അതിൻ്റെ കാരണമായി നമ്മൾ ആരോപണമായി കേൾക്കുന്നത്, അവർ ഈ ഇടതിനും വലതിനും ഇടതിനും BJP-ക്കുമൊക്കെ ഈ LLB ബിരുദം ഇങ്ങനെ വ്യാജമായി ഉണ്ടാക്കി അവർക്കെല്ലാവർക്കും കൊടുക്കുമെന്നും, ആ ബിരുദം കിട്ടുന്നവരെല്ലാം അഭിഭാഷകർ, അഡ്വക്കേറ്റുകളായി മാറുമെന്നും, അതുകൊണ്ട് അവരാരും അതിനെക്കുറിച്ചൊന്നും മിണ്ടുകയില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് നമ്മൾ ആരോപണം കേൾക്കുന്നത്. ഇപ്പോൾ ഉള്ള നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ അവിടുന്ന് LLB എടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ആരോപണം. നമുക്ക് എന്തായാലും ആരും അതിനെക്കുറിച്ചൊന്നും അനങ്ങാറുണ്ടായിരുന്നു. എന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ചിട്ട് 2-3 വീഡിയോകൾ ഞാൻ അതിനെക്കുറിച്ച് ചെയ്തു. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയി റിട്ടയർ ചെയ്ത ജയതിലക് എന്ന് പറഞ്ഞ ആളും കൃത്രിമമായി അവിടുന്ന് LLB എടുക്കുന്നു പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ട് 2 ആഴ്ചയായിട്ടും അതിനൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും എനിക്ക് വളരെ അഭിമാനകരമായി തോന്നിയൊരു കാര്യം, ഞാൻ ആ വീഡിയോ ചെയ്ത് 1-2 ആഴ്ചക്കുള്ളിൽ ഒട്ടനവധി യൂട്യൂബുകൾ, ദൃശ്യമാധ്യമങ്ങളൊന്നും അതൊക്കെ തൊട്ടിട്ടില്ല, അച്ചടി മാധ്യമങ്ങളും തൊട്ടിട്ടില്ല. കാരണം ദൃശ്യമാധ്യമങ്ങളിൽ അച്ചടി മാധ്യമങ്ങളിലുള്ള പലരും ഒക്കെ ഇവിടുന്ന് LLB എടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു, അതുകൊണ്ടായിരിക്കാം അവർ തൊട്ടില്ല. പക്ഷേ പല യൂട്യൂബുകളും ഞാനിത് ഈ വീഡിയോ ചെയ്തതിനെ തുടർന്ന് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു തുടങ്ങി എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനകരമായിട്ട് തോന്നി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ VD സതീശൻ സർക്കാരിൻ്റെ പല നിലപാടുകളെ എതിർക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ 600 കോടി രൂപയുടെ ഈ സ്വത്ത് തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീമാൻ AP അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പ് വളരെ ചടുലമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ഞാൻ എൻ്റെ വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, ആ ചടുലമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന AP അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പിന് എല്ലാ പിന്തുണയും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ കൊടുക്കും എന്നുള്ള കാര്യവും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞു. എന്തായാലും ഈ 600 കോടി രൂപയുടെ സ്വത്ത് ഇവരെ ലക്ഷ്മി നായരും കോലിയക്കോട് കൃഷ്ണൻ നായരും അടങ്ങുന്ന ഈ കുടുംബം അനധികൃതമായി കയ്യേറി വച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു വിവരം പൊതുജനം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നും അതിനൊരു ചാലകശക്തിയായി മാറാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് പൊതുമണ്ഡലത്തോടാണെങ്കിൽ പോലും, അതായത് ജനറലി പൊതുമണ്ഡലത്തോടാണെങ്കിൽ പോലും, അത് സ്പെസിഫിക്കലി ലോ അക്കാദമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടുമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് പേരൂക്കടയിലെ ഈ ലക്ഷ്മി നായരും കുടുംബവും കയ്യേറി വച്ചിരിക്കുന്ന ഈ 600 ഏക്കർ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഈ ലോ അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അവരോടാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോ അക്കാദമി എന്ന് പറഞ്ഞ ഈ സ്ഥാപനം തന്നെ അനധികൃതമാണെന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ ലോ അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് അഫിലിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സംബന്ധിച്ച് പോലും ഒരുപാട് തർക്കങ്ങളുണ്ട് എന്നുള്ള കാര്യം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്. അത് സംബന്ധിച്ച് ഒരു പിടി വിഷയങ്ങളുണ്ട്. അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു അഭിഭാഷകനുണ്ട്, വിൻസെന്റ് പാനിക്കുളങ്ങര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പം എനിക്കൊന്ന് 80 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല.
അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള സമരം അത് സുപ്രീം കോടതി വരെ പോയിട്ടുള്ളതാണ്. ആ സമരം അദ്ദേഹമൊക്കെ കാര്യകാരണ സഹിതം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് അഫിലിയേഷൻ ഇല്ലാത്ത കോളേജാണ് എന്ന് അദ്ദേഹം കാര്യകാരണ സഹിതം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ സമരം അവസാനിച്ചു എന്ന് നമ്മൾ കരുതരുത്. ഇനിയും ചിലപ്പോൾ തുടരാനുള്ള സാധ്യതയുണ്ട്, ആ സമരം തുടരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥിനികളോടും അവരുടെ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന ഈ വിദ്യാലയം, ആ വിദ്യാലയത്തിൻ്റെ അഫിലിയേഷൻ ഉൾപ്പെടെ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ആ ഭൂമി, ആ കോളേജ് ഇരിക്കുന്ന 600 ഏക്കർ ഭൂമി, ആ ഭൂമിയുടെ ഉടമാവകാശം സംബന്ധിച്ചും അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ 600 ഏക്കർ ഭൂമിയിൽ ആ ഭൂമി ലഭിച്ചപ്പോൾ കിട്ടിയ നിബന്ധനകളെല്ലാം നഗ്നമായി ഈ ലോ അക്കാദമി മാനേജ്മെൻറ്റ് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവരതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് എന്നും അവിടുത്തെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും മനസ്സിലാക്കണം. ലോ അക്കാദമിക്ക് എന്തിനാണോ ഭൂമി കൊടുത്തിട്ടുള്ളത്, ആ ഭൂമി കൊടുത്ത നിബന്ധനകൾ ലംഘിച്ചുകൊണ്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന ഈ നിയമവിദ്യാലയത്തിൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാവില്ലേ സുഹൃത്തുക്കളെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് പോലും പ്രശ്നങ്ങളുണ്ട്. ഒരു പിടി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ പുതിയ റവന്യൂ വകുപ്പ് ഈ സ്ഥലം തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ എനിക്ക് പുതുതായിട്ട് കിട്ടിയുള്ള വിവരം പറയുന്നത്. ഈ ലോ അക്കാദമിയുടെ ഭൂമി തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താലൂക്കിൽ നിന്നുള്ള റിപ്പോർട്ട് എന്തുകൊണ്ട് വൈകുന്നു, അത് അതീവ ഗുരുതരമാണ് എന്ന് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയ കളക്ടർ ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ലോ അക്കാദമിക്ക് പാട്ടക്കരാർ വ്യവസ്ഥയിൽ കിട്ടിയിട്ടുള്ള ഭൂമിയിൽ അവരാ ഭൂമി അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഭൂമിയിലെ കെട്ടിടങ്ങൾ ഗാർഹിക വാണിജ്യ ആവശ്യങ്ങൾക്കായി മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ടോ, പ്രസ്തുത ഭൂമിയിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, മേപ്പടി സ്ഥാപനത്തിനെതിരെ KLC നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നീ വിവരങ്ങളുടെ റിപ്പോർട്ട് അടിയന്തരമായി ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് വൈകിപ്പിച്ചു എന്ന് തിരുവനന്തപുരം കളക്ടർ ചോദിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2017 അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള PH കുര്യൻ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരുന്നു. അത് ഞാനൊക്കെ പരാതി കൊടുത്തതിനെ കൂടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലോ അക്കാദമി തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയിൽ 373/2017 എന്ന് പറഞ്ഞിട്ടൊരു പരാതി സമർപ്പിച്ചിരുന്നു, ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജി തിരിച്ചടിക്കുമെന്ന് കണ്ടതിനെ തുടർന്ന് അവർ ആ ഹർജി പിൻവലിച്ചുകൊണ്ട് 12/11/2024 ഹർജി പിൻവലിച്ചിട്ട് അവർ ഓടുകയായിരുന്നു. കാരണം അവർക്കെതിരെ തിരിച്ചടിക്കും എന്ന് അവർക്ക് മനസ്സിലായി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം തഹസീൽദാർ നടത്തിയ അന്വേഷണത്തിൽ ലോ അക്കാദമിയുടെ ഭൂമിയിൽ നിരവധി കെട്ടിടങ്ങൾ, ബാങ്കിൻ്റെ ക്വാർട്ടേഴ്സ്, XMLA കോലിക്കോട് കൃഷ്ണൻ നായർ കുടുംബവും താമസിക്കുന്ന ഫ്ലാറ്റ്, കുളം, മിയാവാക്കി വനം എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടങ്ങൾ, കൃഷി എന്നിവ കാണപ്പെടുന്നുവെന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അനധികൃതമായിട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. തുടർന്ന് ലോ അക്കാദമിക്ക് പട്ടയം നൽകിയ ഭൂമിയിൽ ഉപയോഗിക്കാത്ത ഭൂമി എത്രയുണ്ടെന്നും ഭൂമിയിൽ എന്തൊക്കെയുണ്ടെന്നും സ്കെച്ചിൽ മാർക്ക് ചെയ്ത് ഉൾപ്പെടുത്തണമെന്നും 4/6/2029 മുമ്പ് സർവേ നടപടികൾ പൂർത്തീകരിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകണമെന്നും കളക്ടർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഭൂമി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ ഈ ലോ അക്കാദമിയുടെ മാനേജ്മെൻറ്റ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് AP അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പ് കണ്ടെത്തുകയും ആ സ്ഥലം തിരിച്ചു പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്ക്. ഇത് അവിടുത്തെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കണ്ടേ? കാരണം അവരുടെ കുട്ടികളല്ലേ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് എന്താ? ഇതിൻ്റെ കൂട്ടത്തിലാണ് അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് അഫിലിയേഷൻ ഉണ്ടോ ഇല്ലോ എന്നുള്ള തർക്കം കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് ലോ അക്കാദമിയിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ഭാവിയെല്ലാം തുലാസിലാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക്, അവിടുന്ന് പഠിച്ചിറങ്ങിയവർക്ക്
അവിടുന്ന് പഠിച്ചിട്ട് ന്യായാധിപന്മാരായി വന്നവർക്ക് അവർക്കൊക്കെ തന്നെ ഇപ്പം തലയിൽ തുണിയിട്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണ് സുഹൃത്തുക്കളെ ഉള്ളത്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ അപകടാവസ്ഥയിലാണ് ഈ ലോ അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സ്ഥാപനത്തിന് അഫിലിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. ഈ സ്ഥാപനം സർക്കാരിൽ നിന്ന് കയ്യേറിയിട്ടുള്ള ഭൂമിയിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കുകയും അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് അവിടുത്തെ വിദ്യാർത്ഥിനികളുടെ ഭാവി തുലാസിലാകുകയല്ലേ സുഹൃത്തുക്കളെ? ഇനി അവിടുത്തെ വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇതിന് ഉത്തരവാദി ആരാ? ഇതിന് ഉത്തരവാദി ലോ അക്കാദമി മാനേജ്മെൻ്റ് അല്ലേ? അവരനധികൃതമായി ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ സ്ഥാപനത്തിൻ്റെ ഭാവിയെ തുലാസിലാക്കിയിരിക്കുന്നത്? അത് അവിടുത്തെ വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി എന്ത് എന്നവർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ഭാവി അപകടത്തിലാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അഫിലിയേഷൻ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ഭൂമി സർക്കാർ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പൂർണ്ണമായി അപകടത്തിലായി. അതുകൊണ്ട് എനിക്കവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളോടും അവരുടെ മാതാപിതാക്കളോടും പറയാനുള്ളത്, ഈ ലോ അക്കാദമി മാനേജ്മെൻറ്റ് അവരുടെ സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ നടത്തുന്ന അനധികൃത പ്രവർത്തനങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഭാവി നാളെ തുലാസിലായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ ലക്ഷ്മി നായരും കോലിക്കോട് കൃഷ്ണൻ നായരും നാഗരാജ നാരായണനും അടങ്ങുന്ന ഈ ലോ അക്കാദമി നടത്തുന്ന ഈ ഒരൊറ്റ കുടുംബമായിരിക്കുമെന്നും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ അവരായിരിക്കുമെന്നും അവർ നടത്തിയിട്ടുള്ള അനധികൃത പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകാൻ പോകുന്നതെന്നും അത് മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഈ സ്ഥാപനം നടത്തുന്നതെന്നും അവിടുത്തെ വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും മനസ്സിലാക്കണമെന്നും ഈ ലക്ഷ്മി നായരോടും ഈ കോലിക്കോട് കൃഷ്ണൻ നായരോടും അടങ്ങുന്ന ഈ സ്ഥാപനം നൽകുന്ന കുടുംബത്തിനെ നിങ്ങൾ ചോദ്യം ചെയ്യണമെന്നും ആണ് എനിക്ക് എൻ്റെ ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.